ലോകരക്ഷിതാവും രക്ഷകനും ലോകത്തിൻ്റെ പ്രത്യാശയുമായ ദൈവമേ, തിരുവചനത്തിൽ കൂടെ അങ്ങേ അറിയുന്നതിനും അനുസരിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഇന്നത്തെ ശുശ്രൂഷയെ വാഴ്ത്തരണമേ. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. യോന തിന്മയൊന്ന് വായിക്കാം. ഇതുണ്ട്, വായിക്കാം. 10-ാമത്തെ വാക്യം. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ച് അറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് നിനക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. എനിക്ക് വായിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ തിരുമേനിയോട് വായിക്കാൻ പറഞ്ഞത്. അദ്ദേഹം വളർന്നാൾ എൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ ബിഷപ്പായി. എന്നെയൊക്കെ വലിയ മഹാനായി പ്രഘോഷിക്കുന്നു. ഇപ്പോഴും എന്നെ വേദപുസ്തകം വായിക്കുന്ന ആളാണെന്ന് മനസ്സിൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇത് 3 നൊയമ്പിൻ്റെ ദിവസം 2-ാം ദിവസമാണ്. ഈ നൊയമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ 96 വർഷം മുമ്പ് ജനിച്ച ആളാണ്. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ വളരെ പഴഞ്ചനാണ്. ഞാൻ പറയും, എൻ്റെ വല്യപ്പൻ്റെ ഉപ്പാപ്പൻ്റെ അപ്പൂപ്പൻ്റെ അമ്മായിയപ്പൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലത്തെ സൂര്യൻ കറങ്ങുകയും ഭൂമി നിൽക്കുകയുമായിരുന്നു. ഇന്ന് അത് വിദഗ്ധന്മാർ സമ്മതിക്കുന്നില്ല. അവരെവിടെയോ ഭൂമിയെ കറക്കാൻ തുടങ്ങി, സൂര്യനെ നിർത്തി. ഞാൻ 4th ഫോമിലുമൊക്കെ പഠിച്ച ആളാണ്. അവിടെ ഞാൻ പഠിച്ചപ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇയാളെ ആരാണ് പ്രസംഗം കേട്ടോ, അതിനേക്കാൾ വലുതൊന്നുമില്ല. ഇതിലേതാ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പരിജ്ഞാനം പകർന്നു തരാൻ തക്കവണ്ണമുള്ള കഴിവ് ഇപ്പോഴില്ല. പിന്നെ സഭ എന്നെ തള്ളിയെന്ന് വിചാരിച്ച് ഞാൻ കിടന്ന് വിഷമിക്കരുതെന്ന് വിചാരിച്ച് ഇങ്ങനെ ആളൊന്നും ഇല്ലാത്ത ഒരു തരം നോക്കി എനിക്കൊരു പ്രസംഗം വെച്ചു. അതുകൊണ്ട് ഞാൻ പല ചോദ്യങ്ങൾ ചോദിക്കും, അറിവിന് വേണ്ടി. അറിവുകൾ കൊണ്ട് ചോദിക്കുന്നത്. നൊയമ്പെന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ അതെന്തിനാ? കേൾക്കാതിരിക്കാനോ കേൾക്കാൻ?
എന്തിനാണ്? നോയമ്പ് എന്ന് പറയുന്നത് ഞാനോ കുറയണം, അവനോ വളരണം. എൻ്റെ താല്പര്യങ്ങളിൽ ഞാൻ വളരുകയല്ല, ദൈവത്തിൻ്റെ താല്പര്യത്തിൽ ഞാനായി തീരാനായിട്ട് ശ്രമിക്കണം. ഇന്ന് നമ്മൾക്കുള്ള ദൈവദർശനത്തിൽ നമ്മളെ ഉയർത്താൻ ശ്രമിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിൽ കൂടെ കാണിച്ച മനുഷ്യദർശനത്തിലേക്ക് നാം വളരുന്നതാണ് ദൈവം. സ്വർഗത്തിൽ പാനാണോ ഭൂമി പാനാണോ, ഭൂമി ജീവിക്കാനാണോ നോയമ്പ്? എന്നെപ്പോലെ സ്വർഗത്തിൽ ചെല്ലുന്നവർ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണോ നോയമ്പ്? അതോ സ്വർഗം വേണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ്? യോനായുടെ പുസ്തകം ആരുടെ രക്ഷയെപ്പറ്റി പറയും അറിയാം? നിനോവക്കാരുടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വായിച്ച കാലത്ത് യോനായുടെ രക്ഷയെപ്പറ്റിയാ പറഞ്ഞിരിക്കുക. അതെ, യോന ദൈവത്തെ പഠിപ്പിക്കുന്നവനായിരുന്നു. നിനോവക്കാർ ദൈവത്തെങ്കിൽ നിന്നും പഠിക്കുന്നവരായി. അപ്പോൾ രക്ഷ ആവശ്യമാർക്ക്? യോനായ്ക്കോ നിനോവക്കാർക്കോ? ഈ മാരാമൻ കൺവെൻഷൻ ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കോ ക്രിസ്തരുടെ രക്ഷയ്ക്കോ? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും ഈ മുകളിലിരിക്കുന്നവരാണോ താഴെ ഇരിക്കുന്നവരാണോ ആദ്യം രക്ഷപ്പെടുന്നത്? യോനായുടെ പുസ്തകം പറയുന്നത് നിനവക്കാരുടെ മാനസാന്തരത്തെ പറ്റിയാണോ യോനായുടെ മാനസാന്തരത്തെ പറ്റിയാണോ? എല്ലാവരും പാപം ചെയ്ത് കുറ്റമുള്ളവരായി തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രധാനമായി പറയുന്നത് സഭയുടെ അനുതാപം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യം. സഭയെ ദൈവം എന്തിനാക്കി? ലോകരക്ഷയ്ക്ക് വേണ്ടി. ഇന്ന് സഭയുടെ സഭയത്വം എന്ന് പറയുന്നത് സഭയുടെ സഭയാക്കുന്ന അതിൽ നിന്ന് സഭ അന്യപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ടാണ് ലോകം എന്നീ നിലയിലായിരിക്കുന്നത്. ഇന്ന് കേരളം അധപ്പതിച്ചതിൻ്റെ ഉത്തരം സൈദ്രവിക്കാണോ ക്രിസോസ്റ്റം മെത്രാച്ചനാണോ? പത്രക്കാരൊന്നും എഴുതി പിടിപ്പിക്കുകയല്ല. കൊടുക്കുന്ന എന്നെ അവിടെ പിടിച്ചിടുകയും മറ്റേതെങ്കിലും വിടുകയും ചെയ്തു. ഇന്നത്തെ ആവശ്യം
മാർത്തോമ്മ സഭയുടെ രക്ഷയിലേക്കുള്ള വരവ്. ഇതിപ്പോൾ തർക്കങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകും. വേദപണ്ഡിതന്മാർ എൻ്റെ ചുറ്റുപാട് ഇരിക്കുന്നതില്ല. രക്ഷയിലേക്ക് വന്നില്ലയോ? അതാണ് രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന നീ യഥാർത്ഥ രക്ഷ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. ഈ കൺവെൻഷൻ മുഖാന്തരം രക്ഷിക്കപ്പെട്ടതായ മാർത്തോമാക്കാർ രക്ഷയുടെ പൂർണ്ണതയുടെ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. യോന എന്നെപ്പോലെ തൻ്റെ ജീവിതം ആരംഭിച്ചത് ഒരു ഉപദേശിയായിട്ടാണ്. ദൈവത്തിന് ആ കാലത്ത് ഇഷ്ടമായി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഇവിടെ തിരുവിതാംകൂറിലൊക്കെ നിൽക്കേണ്ട, നീ വടക്ക കർണാടകത്ത് പോകുന്നത്. ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്ന് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതിന് പകരം എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ സഭയെ പറ്റി പറഞ്ഞു. പോയതുപോലെ പോന്നു. എന്നാൽ എൻ്റെ കൂടെ വന്ന അവരുടെ കൂടെ പോയി. ഞാൻ പി ജെ തോമസ് അച്ഛൻ, കൊച്ചമ്മ, തോമസ് കുട്ടി അച്ഛൻ, ഇവര് ദൈവത്തോടുകൂടെ വടക്കേ കർണാടകത്തേക്ക് പോയി. ഞാൻ അവരോടുകൂടെ കർണാടകത്തേക്ക് പോയി. അതുകൊണ്ട് ഇന്ന് കർണാടകത്തുള്ളവർക്ക് എന്നെ സ്നേഹവും അവരെ ബഹുമാനവും. ലോകസ്നേഹമാണോ ലോകത്തെ ഉള്ള സ്നേഹമാണോ ആവശ്യം? നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയത്തില്ല. ഇപ്പോഴേ എല്ലാം ഉറക്കം തുടങ്ങാൻ തോന്നി. ഇത് ലോകത്തിലുണ്ടായിട്ടുള്ള മനുഷ്യരിലേക്കും വലിയ ലോകസ്നേഹിയായി നിങ്ങൾ കാണുന്നത് ആരെയാണ്? ആരെയാ? ഞാൻ യേശു ക്രിസ്തുവിനെയാകാം. യേശു ക്രിസ്തുവിൻ്റെ 100-1 സ്നേഹം, ലോകസ്നേഹം എനിക്കില്ല. എന്നിട്ടും എൻ്റെ കൂട്ടുതിരുമേന്മാർ പറയുന്ന ഉള്ള ലേശം വിടണം. അവരുടെ ധൈര്യം കുറച്ചാണ്. എൻ്റെ 100 ഇരട്ടി ലോകസ്നേഹമുള്ളവരെ അവരെന്തെല്ലാം ലോകത്തിൽ പണിയിച്ചിട്ടുണ്ട്, ആർക്കെല്ലാം വേണ്ടി പണിയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആവശ്യമായതുപോലും ഇതുവരെയും പണ്ടിട്ടില്ല. ആ മഹാന്മാരെന്നോട് പറയുക, ലോകസ്നേഹം വിടണം. യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രധാന വാക്യം. തൻ്റെ ഏകജാതനാൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ
അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര ആളുകൾ ലോകത്തെ സ്നേഹിക്കുന്നു? അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത്, ലോകത്തെ യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമായി മാർത്തോമാ സഭ തീരണം. മാർത്തോമാ സഭയല്ല, ലോകം മുഴുവൻ തീരണം. എനിക്ക് പരിചയമുള്ളവരോട് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഈ മാരാമൺ കൺവെൻഷൻ 119ാമത് കൺവെൻഷനല്ല, 1ാമത്തെ കൺവെൻഷനാണ്. ഏതാ ശരി? വലിയ പ്രസംഗകനും ബഹുമാനും സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കത്തക്കവണ്ണം പോപ്പുലാരിറ്റിയും ഒക്കെ ഉള്ള അച്ഛനും ഇത് 119 ഇവിടെ പറഞ്ഞു. എൻ്റെ അഭിപ്രായം 118 വർഷം കണ്ടിട്ടില്ലാത്ത അത്ഭുതം ഈ വർഷം നമുക്കിവിടെ കാണാം. ആ മുടന്തൻ എഴുന്നേൽക്കണം, കിടക്ക എടുത്തോണ്ട് നടക്കണം. വീഞ്ഞില്ലാത്ത കല്യാണത്തിന് വെള്ളം വീഞ്ഞാകണം. മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കണം. അതെല്ലാം എഴുതിപ്പുണ്ട്. കല്യാണത്തിന് വീഞ്ഞ് കുടിച്ച് തികയാഞ്ഞ് പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കുന്ന പലരും വീട്ടിൽപ്പുണ്ട്. മുടന്തനായിരുന്ന ആള് ഇപ്പോൾ വടിയും ഒന്നുമില്ലാതെ നടക്കുന്ന ആളാണ്. അവരെല്ലാവരും എഴുന്നേൽക്കണം. അവര് ആരോഗ്യത്തിന് നിറവുകൊണ്ട് നടക്കണം. ആ കൺവെൻഷനാണ് അത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ 118 കൺവെൻഷനും യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്ന 101ാമത്തെ കൺവെൻഷനുമായിട്ട് തീരണം. ഇപ്പോൾ ഇവിടെ ഉറങ്ങുന്നവരും ഉണരുന്നവരും വേറെ വീട്ടിലെ കറക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നവരുമേ നിങ്ങൾ ഈ വർഷം ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തും. യോനായ ദൈവം എന്നെ വിളിച്ചപ്പോൾ യോനായെ വിളിച്ചു, നീ അവിടെ പോകണം, നിനവക്കാരോട് പ്രസംഗിക്കണം, ഇതാ സുവിശേഷം എന്ന് പറഞ്ഞു. അവരെല്ലാം നശിച്ചു പോകും, അവരെ നാശത്തിൽ നിന്ന് വിടുവിക്കണം. ലോകം രക്ഷിക്കപ്പെടണം. പൊള്ളാച്ചിക്കാർ രക്ഷിക്കപ്പെടാനല്ല, ലോകം രക്ഷിക്കപ്പെടണം. ഇന്ന് ലോകത്തെ നശിപ്പിക്കുന്നത് എന്ത്? അത് വേരോടെ പതിച്ചു കളയുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ ലഹരി ഉണ്ടാക്കുന്ന 5-6 ചെടി വെച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് അനുവദിച്ചതല്ല, അയൽവക്കത്ത് നല്ലതല്ല, നിങ്ങൾക്ക് നല്ല. എന്നാൽ രാത്രിയിൽ അത് നല്ല വിലക്ക് വാങ്ങിച്ചുകൊണ്ട് പോരാൻ തമിഴ് രാജ്യത്ത് നാടുപോയി പറിച്ചു കളയുമോ ഇല്ലയോ? നമ്മുടെ സുവിശേഷ സംഘം സെക്രട്ടറിയും ട്രഷററും വലിയ നിർബന്ധിക്കത്തില്ല.
നിങ്ങളുടെ ആണ്ട് ഒരു സ്വല്പം കൂട്ടിയാൽ മതി. കർത്താവ് പറഞ്ഞു, ഈ സ്ഥിതിയിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. നാശത്തിൻ്റെ വക്ക്. സ്നേഹമുണ്ടോ? കരുതലുണ്ടോ? സത്യമുണ്ടോ? നീതിയുണ്ടോ? ഇപ്പോൾ അവർ പറയും, ഉമ്മൻചാണ്ടിയോട് പറയും, സാർ ഈ തിരുമേനിയുടെ പ്രസംഗം കേൾക്കണമായിരുന്നു, കോൺഗ്രസ് എന്നതൊക്കെ ഇല്ല എന്ന് പറഞ്ഞത്. അവർ ഭരിച്ചപ്പോഴും ഇങ്ങനായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പാർട്ടി വക്താവായിട്ട് പറയുന്നതല്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു എളിമദാസനായി പറയുന്നു. കർത്താവ് പറഞ്ഞവരെ രക്ഷിക്കണം. കർത്താവ് എന്നോട് പറയുന്നു, നീ മരിക്കാൻ പോവുക, അതിനു മുമ്പ് മാർത്തോമാ സഭ രക്ഷിച്ചിട്ട് അവിടെ നീ ബിഷപ്പായിരുന്നിട്ട് അത് രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങൾക്കിവിടെ കയറ്റാൻ ഒക്കെയില്ല. അത് നീ അറിഞ്ഞോണം. ഇപ്പോൾ നിനക്കൊരവസരം കൂടെ തരികയാണ്, ഇതിലെല്ലാവരും മണ്ണി രക്ഷിച്ചോണം. അങ്ങനെ വ്യാജമുണ്ടായി വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ എൻ്റെ സെക്രട്ടറിയാന്ന് പറഞ്ഞ അച്ഛൻ ഒരു ദൈവശാസ്ത്ര പണ്ഡിതനാണ്, എന്തായാലും ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി ഉണ്ടാകാറ്. എനിക്ക് ഒരെണ്ണമുണ്ട്, അത് പിന്നെ വഴി കിടന്ന് കിട്ടിയ ഒരു കടലാസാണ്. അദ്ദേഹത്തിൻ്റെ പഠിച്ചു കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തിരുമേനി ഈ മാർത്തോമ്മ തിരുമേനി ഇത്രയും നാളും ജീവിച്ചിട്ട് മതി, എല്ലാം നന്നാകാൻ പോകുന്നില്ല, ഇങ്ങനെ വരുമെന്നല്ലാതെ വന്ന പോലെ പോവുകയുള്ളൂ, അല്ലാതെ ഒരു വരും നാട്ടിലെല്ലാവരും വരണ്ടേ. ഇപ്പം ഈ ആണ്ടി നമ്മളെല്ലാം അങ്ങ് മാനസാന്തരപ്പെട്ട പിന്നെ വരുന്നാട്ടിൽ മാരാമൺ കൺവെൻഷൻ എന്നാ പ്രസംഗിക്കുക, എല്ലാവരും മാനസാന്തരപ്പെട്ടു, പിന്നെ എന്നാ പ്രസംഗിക്കാനാണ്. അതുകൊണ്ട് നമ്മളെല്ലാം മാനസാന്തരപ്പെടാതിരിക്കേണ്ടത് സുവിശേഷ സംഘത്തിൻ്റെ ആവശ്യമാണ്, അല്ലേ? അവരാകെ ചെയ്യുന്ന നല്ല പ്രവൃത്തി മാരാമൺ കൺവെൻഷനാണ്. നല്ലതെന്ന് പറഞ്ഞത് കൂടുതൽ രൂപ കിട്ടുന്നത് കൊണ്ട് അത് നല്ലതെന്ന് പറയുന്നത്. ദൈവം നല്ലവനാണെങ്കിൽ ചില സ്വഭാവദോഷം ഇല്ലേ? ഒരു പെരുങ്കള്ളൻ, അവനെ കേസിൽ പിടിച്ചു, തെളിഞ്ഞു, കേസ് തെളിഞ്ഞു, അവനെ തൂക്കിക്കൊല്ലാൻ മരിച്ചു. അവനെ തൂക്കിക്കൊന്നു അവിടെ കിടന്ന് കർത്താവിൻ്റെ 6 വചനം അവൻ കേട്ടു. അവർ തമ്മിൽ പരിചയമായത് ക്രൂശിൽ വെച്ചാണ് എൻ്റെ കാര്യം. അത് ഞാൻ ചോദിച്ചിട്ടില്ല, രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്, ദൈവത്തെയും കണ്ടിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നീ രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം. അവൻ പറഞ്ഞു, രാജാവായി വരുന്നതൊക്കെ രാജാവായി കഴിഞ്ഞ് നമുക്ക് രണ്ടുപേരും കൂടി ഇപ്പം പോകാമെന്ന് പറഞ്ഞു. ഇതൊക്കെ വേദപുസ്തകം നമുക്ക് വായിക്കാനുള്ള പുസ്തകമല്ല, മനസ്സിലാക്കാനും ജീവിക്കാനുമുള്ള പുസ്തകം. ഇത് വേദപുസ്തകം വായനയായിപ്പോൾ. ഇപ്പം മത്തായിച്ചൻ വായിക്കുമെന്ന് പറയും, നമ്മൾ ഉറങ്ങുകയും ചെയ്യും. അതല്ല വേണ്ടത്. എന്താണ് അവനോട് പറഞ്ഞു,
നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്ന് പ്രസിഡന്റിൻ്റെ വീട്ടിൽ ഭക്ഷണം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നു. പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ പ്രസിഡന്റ് ആര്? യഹോവയായ ദൈവം. അവിടെ നിന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഊണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് നിങ്ങൾ വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട് ഇത് നിങ്ങൾക്കറിയാം. ഇത് അച്ഛന്മാർക്കറിയാം, അവർക്ക് വായിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ പോകും. അവർക്കറിയാം ആരാ പോകുന്നതെന്ന്. എന്നാൽ ഇത് ഒരു തെറ്റിയ ഉപദേശമാണ് എൻ്റെ കാര്യം. സ്വർഗത്തിൽ ഒരു കള്ളൻ പോയതായിട്ട് എൻ്റെ പുസ്തകത്തിലില്ല. ഇപ്പം ഇന്നലെ മെത്രാപ്പൊലീത്ത എനിക്ക് ഒരു ആധുനിക വേർഷൻ തന്നു. ഇവിടെ നിങ്ങളിതൊക്കെ കണ്ടതാ. ഇനി അതൊന്ന് വായിച്ച് നോക്കണം, അതിൻ്റെ അകത്ത് ഇതുണ്ടോ ഇല്ലയോ. കള്ളൻ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ അകത്ത് കള്ളൻ പോയതായിട്ടില്ല. 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ പറഞ്ഞു നീ രാജാവാന്ന്. അവനോട് പറഞ്ഞു എൻ്റെ രാജ്യത്തിൽ നിന്നെ ഞാൻ ഗവൺമെൻറ് സെക്രട്ടറി ആക്കി. മറ്റവനൊന്നും പറഞ്ഞുമില്ല. അവനിപ്പോഴും അവിടെ കുഴപ്പമുണ്ടായിരിക്കും. ഈ കള്ളൻ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞത് അച്ഛന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർക്ക് പോയി പറ്റാൻ നോക്കുകയില്ല. കള്ളനെ കൊണ്ടുപോയില്ല. ദൈവത്തെ രാജാവായി സ്വീകരിച്ച ആളുകളാണ് കൊണ്ടുപോയത്. അവനാണ് കള്ളൻ എന്ന് പറയുന്നത്. ഇപ്പോഴങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എല്ലാ കള്ളന്മാരും ദൈവത്തെ രാജാവായി സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാകണം. ഈ സ്റ്റാൻലി ജോൺ സാഹിബ് എന്ന് പറഞ്ഞൊരു സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം മാരാമൺ കൺവെൻഷൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അവിടെ പുക വലിക്കുകയല്ലാതെ ചവയ്ക്കുകയല്ല. പോലെ ചവയ്ക്കാൻ അവർക്കറിയാൻ വയ്യ. അങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മൾക്കിടെ എല്ലാവരുടെയും മടിയിൽ ഈ സൂത്രം ഇരിപ്പുണ്ട് ചവയ്ക്കുന്നത്. സായിപ്പിന് അസൂയ കൊണ്ടാണോ ദൈവസ്നേഹം കൊണ്ടാണോ എനിക്കറിഞ്ഞുകൂടാ. സായിപ്പ് പറഞ്ഞിരുന്നതല്ല ഇതെല്ലാവരും ഉപേക്ഷിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചു. ഇപ്പോൾ എല്ലാവരും തങ്ങളുടെ മടിയിലിരിക്കുന്ന പോലെ എടുത്തിട്ട് മുൻപുള്ള മണൽ, അന്ന് മണൽ ഉള്ള കാലമായിട്ട് ആ മണലിൽ കുഴിച്ചിടണം. ഇവിടെ സ്റ്റേജിലിരുന്ന വളരെയധികം എനിക്ക് ബഹുമാനവും സ്നേഹവും അതുപോലെ ദൈവത്തിൻ്റെ ഇമേജ് അദ്ദേഹത്തിൽ കണ്ടതുമായ പാലകുന്നത്തെ തീർത്ഥസ്തുതിയൻ തിരുമേനി എവിടെ നിന്നായി എടുത്തെന്ന് എനിക്കറിയാൻ വയ്യ. കുഴി കുടിക്കുന്ന കണ്ടത്. ഇതിനു മുമ്പ് അദ്ദേഹം വല്ലവരും കുഴിച്ച കുഴിയിൽ വല്ലവരും കൊണ്ടിടുകയുള്ളായിരുന്നു. അന്ന് അദ്ദേഹം കുഴി കുഴിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പത്തോട് വിട്ടു. ഞാൻ മറക്കുകയില്ല. ഇത് മാരാമൺ കൺവെൻഷൻ. എൻ്റെ ആ നേരെ മുമ്പിലിരിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കിയാൽ കാണും
അദ്ദേഹത്തിൻ്റെ ഒരു കള്ളച്ചിരി എനിക്ക് ഇവിടെ കാണാം. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനത്തെ തിരുമേനിമാർ ഒരു കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? നമുക്ക് അങ്ങനെ തിരുമേനിമാർ വേണം, അങ്ങനത്തെ അച്ഛന്മാർ വേണം, അങ്ങനത്തെ ആത്മായക്കാർ വേണം. 2014 മാർത്തോമാ സഭയുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു വർഷമായി തീർന്നു. ദൈവത്തോടുകൂടെ സ്വർഗത്തിലേക്ക് യാത്ര ആരംഭിക്കുന്ന ഒരു കൂട്ടമായിട്ട് ഈ കൺവെൻഷൻ തീരും. ഞാൻ യോനായുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ വന്നപ്പം പത്രോസിൻ്റെ കാര്യം, അത് ഈ ഓർമ്മക്കുറവുണ്ടാണ്. എന്നല്ല, യോന ചെയ്തത് എന്താണ്? കർത്താവ് പറഞ്ഞു, നീ സുവിശേഷം പറയണം. ഇവിടെ വന്ന് മാർത്തോമാക്കാരും മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ ആ പോലെ കുഴിച്ചിട്ട പോലെ അവനെയും കുഴിച്ചിടും. ധൈര്യം ആർക്കുണ്ട്? തൊണ്ണൂറ്റി വർഷം ജീവിച്ചാൽ ഞാൻ പറയുന്നത് കുഴിച്ചിടണമെന്ന്. മനസ്സിലായോ? അതായത് സാധാരണഗതിയിൽ തന്നെ മരിക്കുന്ന മട്ടില്ല. അതുകൊണ്ട് പറയുന്ന അങ്ങനെയല്ല. ജീവിതം ദൈവത്തിലേ ഉള്ളൂ. ആരെല്ലാം ജീവിക്കുന്നു അവരിൽ ജീവനുണ്ട്. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി, അതാണ് ജീവൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് സമൃദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യത്തിലധികം. അത് ഈ ഇപ്പോഴത്തെ സുവിശേഷത്തിൻ്റെ ട്രഷറെ എനിക്കൊരു ചെറിയ പരിചയമുണ്ട്. അങ്ങയുടെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് വൈകിട്ട് എണ്ണുമ്പോഴാണ്. അതല്ല, ജീവന്റെ സമൃദ്ധിയുള്ള ഒരു സഭയായിത്തീരും. ആ ജീവൻ എല്ലാവരും രക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഗുണമൊന്നുമില്ല, അറിയാവുന്നൂടെ മറന്നു പോത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നാണോ ഭൂമിയിൽ ജീവിക്കണമെന്നാണോ താല്പര്യം? ഏതാണ് നിങ്ങളുടെ താല്പര്യം? അതോ സ്വർഗവും ഭൂമിയും ഇപ്പോഴാണോ കേൾക്കുന്നത് ആദ്യം? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്നാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ കൊലപാതകത്തിൻ്റെ ട്രയലിലിരിക്കുന്നവരെല്ലാം സ്വർഗത്തിലേക്ക് അയക്കും. നിങ്ങളെ സ്വർഗത്തിൽ പോകാൻ സഹായിച്ചു വരാതെ. ഭൂമിയിൽ താമസിക്കുന്നവനാണെങ്കിൽ നമ്മൾ ആശുപത്രിയല്ല, ക്രിസ്തീയ പ്രവർത്തനമല്ല എന്നർത്ഥം. ഇപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത് വരെ സ്വർഗത്തിൽ താമസിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെല്ലുമ്പോഴത്തേത് എന്നാണ് അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ.
മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് യോനായോട് പറഞ്ഞു, എൻ്റെ സാദൃശ്യത്തിൽ ഞാൻ സൃഷ്ടിച്ച് ജീവിക്കാൻ ഈ മനോഹരമായ കൊടുത്ത ഈ ജനങ്ങൾ നശിക്കരുത്. നിങ്ങൾ 3 വർഷം മാരാമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ച് ദാനമായി കിട്ടിയ ഒരു പൈതലുണ്ട്. ആ പൈതൽ മരിക്കുകയാണെങ്കിൽ 7 മക്കളുള്ളവരെൻ്റെ മകൻ മരിച്ചതുപോലെയാണോ? അതുപോലെയുള്ളതല്ല. പറഞ്ഞു യോനായോട് പറഞ്ഞു, എൻ്റെ ജനം അവരിപ്പോൾ നശിക്കും. നീ പോയി ചെന്ന് അവരോട് പറയണം, നിങ്ങൾ വഴികൾ വ്യത്യാസപ്പെടുത്തണം, അതിൽ നാശം മുമ്പോട്ട്. യോന അതിനായിട്ട് സുവിശേഷകനായിട്ട് എന്നെ പോലെ പോയതാ. അവിടെ ചെന്ന് പ്രസംഗിക്കാം. യോന പണ്ടെങ്ങാണ്ട് പോയപ്പോൾ പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ടു. എനിക്ക് പ്രയാസമുണ്ടാകാഞ്ഞത് ഞാൻ പ്രസംഗിച്ച ആരും മാനസാന്തരപ്പെട്ടില്ല. അവിടെ ആരും ചേർന്നില്ല. ഞാൻ പോന്നെ പിന്നെ ചേർന്നു. ഞാൻ പറയുന്നത് നീ നിന്റെ കൂടെ കൂട്ടുകൂടാൻ കൊള്ളുകയില്ല, കൊണ്ട് നടക്കാൻ കൊള്ളാം, കൂട്ടുകൂടാൻ കൊള്ളുകയില്ല. ആപത്ത് അനർത്ഥത്തിൽ നിന്നൊക്കെ വിടുവിക്കുക ഒക്കെ സഹായിക്കും. എന്നാൽ കൂടെ നടന്നാൽ പറയുന്നതെല്ലാം കുഴപ്പങ്ങളാണ്. അല്ലേ? ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഒരുത്തൻ ചെന്ന് പറഞ്ഞ് എനിക്ക് നിത്യജീവൻ വേണമെന്ന് പറഞ്ഞു. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നവനോട് പറഞ്ഞു. ഇതിൽ കൂടിയ കുഴപ്പമുണ്ട്. എല്ലാം വിൽക്കാൻ നോക്കുമോ? ഇനി ലോകരെല്ലാം കൂടെ ഒന്നാം വിൽക്കാൻ പോയാൽ വാങ്ങിക്കാനാരാ? ചുമ്മാ ഈ പ്രസംഗിക്കുന്നതിനുള്ള ഗുണം എന്തും അങ്ങ് പാടിച്ചു വിട്ടേക്കാം. അപ്പോൾ ആ കൊച്ചന് മനസ്സിലായി ഇയാൾക്ക് സ്വതന്ത്രമേ പറ്റൊരു പ്രസംഗമല്ല. ദൈവമാണെന്ന് വിചാരിച്ച് വന്നവൻ വീട്ടിൽ ദരിദ്രർക്ക് കൊടുത്തേച്ച് വരാൻ പറ്റും. നടക്കുമോ? അപ്പോൾ നിനവക്കാരോട് കർത്താവ് പറഞ്ഞാൽ നോ പറയും, നീ എന്ന് പറയാൻ നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർക്ക് കൊടുക്കുക. പിറ്റേ ദിവസത്തെ അടക്കുന്നത് ആരെയാണ്? അന്നത്തെ യൂതമതസഭയിലെ മെത്രാപ്പോലീത്ത പിറ്റേ ദിവസം അടക്കുന്ന യോനായ. അവൻ പറഞ്ഞ് എന്നെ കൊണ്ടത് പറ്റുകയില്ല. അതും പോട്ടെ, അവരെല്ലാം കൂടെ കൂടിപ്പടിയും കർത്താവെ ക്ഷമിക്കണമേ, തെറ്റിപ്പോയി, അങ്ങനെ ചെയ്തു പോയി, അറിഞ്ഞില്ല എന്നൊക്കെ. അതൊക്കെ എല്ലാം പ്രാർത്ഥന നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, എല്ലാം ചൊല്ലി കേൾപ്പിക്കും. അപ്പോൾ കർത്താവ് അങ്ങ് മനസ്സാക്കി. ഇപ്പം ഇവിടെ ഹൃദയം ദൈവത്തിന് കൊടുത്തല്ലേ, ജീവിതം ദൈവത്തിൻ്റെ കൈഭാരമേൽപ്പിച്ച ഒരു കൈ പൊക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ട്രഷർക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിൻ്റെ എല്ലാം ഇപ്പം ഇങ്ങനെ കിട്ടുമല്ലോ നമുക്കെന്നുള്ളത് പുള്ളിക്ക് സന്തോഷമായിരിക്കും. തീർത്തൂസ് തിരുമേനിക്ക് പറയും, ഞാനങ്ങോട്ട് തിരുമേനിയായപ്പോൾ എല്ലാം മാനസാന്തരപ്പെട്ടിരിക്കുന്നു. അങ്ങർക്കും സന്തോഷം, രണ്ടു കൂട്ടർക്കും സന്തോഷം. മനുഷ്യൻ പഴയ പറ്റിയ തന്നെ. അങ്ങനെയാണോ? അവര് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മനസ്സലിയും. അതായതിൻ്റെ ദോഷം. എന്നെപ്പോലെ നല്ല സ്ട്രോങ് മൈൻഡ് വേണം. ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാക്കി അവിടെ നിൽക്കണം. നിന്നെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളുമോ?
അന്യനെ പറ്റി ദോഷം ആരോപിക്കുന്നവനെ കൊല്ലുന്നു എന്ന് പറയുന്ന ദൈവമാണ് കൊലപാതകനെ അച്ഛനാക്കുന്നത്. ഞാൻ കാനഡയിൽ ജയിലിൽ പോയപ്പോൾ ഒരാളിനെ കണ്ടു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് അങ്ങനെ അച്ഛനാക്കും. 12 മണിയാകുമ്പോൾ തിരിച്ച് ജയിലിൽ ചെല്ലും. അതായത് ദൈവത്തിൻ്റെ വലത്തുഭാഗം നിങ്ങൾക്കെല്ലാവർക്കായി തുറന്നിരിക്കുകയാണ്. ഈ വലത്തരെല്ലാം ഇടത്തോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങൾക്ക് വലത്തുഭാഗം കിട്ടും. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിൻ്റെ അവകാശികളായിട്ട് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും തീരാമെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിലേക്കും വലിയ വിപ്ലവം ഇവിടെ നടക്കും. അത് നമുക്ക് ദൈവത്തോടുള്ള സാധിക്കും. നീ മനസ്സിലുള്ളവനായതുകൊണ്ട് നിന്റെ കൂടെ കൂടാനൊക്കത്തില്ല. വലിയ പ്രശ്നം. എൻ്റെ അന്തസ്സാണോ എൻ്റെ അയൽക്കാരൻ്റെ ജീവനാണോ പ്രധാനം? ഇതാണ് യോനായും ദൈവവും കൂടിയുള്ള സംസാരം. എൻ്റെ അഭിമാനമാണോ എൻ്റെ അയൽക്കാരൻ്റെ ജീവനാണ്? ഈ ആണ്ട് സംഘത്തിൽ ജന്മം നടന്നു പിരിച്ച് 2 ലക്ഷം രൂപ കഴിഞ്ഞ ആണ്ടത്തേനേക്കാൾ കൂടുതൽ കിട്ടി എന്ന് വിചാരിച്ചു. കിട്ടിയെങ്കിൽ എന്ത് നടക്കും? പ്രസിഡന്റ് തിരുമേനി പറയും, നമുക്ക് 10 ക്യാൻസർ രോഗികളെ ചികിത്സിക്കാം. പറയൊക്കെ ഇപ്പോഴങ്ങനെ വലിയ ചൂടാകാട, നമുക്ക് 1000 കസേരയൂടെ വാങ്ങിക്കാം എന്നിട്ട് ഇതേതാ ബുദ്ധിയായിട്ടുള്ളത്? നമ്മളിന്ന് 1000 കസേരയൂടെ വാങ്ങിച്ചാൽ എത്ര നാൾ നിൽക്കും? ഇവരെല്ലാം അങ്ങ് മാനസാന്തരപ്പെട്ട വരുന്ന കൺവെൻഷനെ നിൽക്കും. ആരാ ബുദ്ധിമാൻ? പ്രസിഡന്റാണോ ട്രസ്റ്റാണോ? ട്രസ്റ്റാർക്ക് പ്രസിഡന്റിന് ബഹുമാനമാണ്. പക്ഷേ മനുഷ്യന്മേൽ മനസ്സലിയുന്ന പ്രസിഡന്റ് വിശാല സംഘത്തിന് പറ്റിയതല്ല. ഒരു വല്യപ്പൻ ഇവിടെങ്ങാണ്ടൊക്കെ കസറിയിട്ടുണ്ട്. ഒരു വല്യപ്പൻ വന്ന് താഴെ ഇരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പം അടുത്തൊരു കസറ ആളുമില്ലാതെ കിടക്കുകയും ചെയ്തു. വല്യപ്പൻ അത് കയറിയിരുന്നാൽ നല്ല ബസ് മുട്ടി മരിച്ചവനുണ്ടായ അനുഭവം വല്യപ്പനും ഉണ്ടാകും. ഇതില്ല. യോഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആരും വരാനുമില്ല, കസാര ഹൃദയമുണ്ട്, വല്യപ്പൻ്റെ നടുവേദനയുണ്ടെന്ന് അറിഞ്ഞാലും ഇനിയും വേറെ വരുവാനും കയറിയിരുന്നെന്ന് വരും. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്ന സംഗതി, മനസ്സിലുള്ള ദൈവത്തെ നിങ്ങൾക്ക് വേണോ വേണ്ടായോ? എങ്കിൽ ദൈവത്തെ പോലെ നമുക്ക് മനസ്സിലുണ്ടോ? നിനവ പട്ടണം മുഴുവനും അനുദപിച്ചു. മാരാമൺ കൺവെൻഷൻ ക്രിസോസ്റ്റം മത്രാച്ചൻ മുതൽ എല്ലാവരും അനുമതി എന്ന് പറയാൻ നോക്കുമോ?
യോന പിണങ്ങി എന്ത് ചെയ്തു? അവൻ വേറൊരു സ്ഥലത്തേക്ക് ടിക്കറ്റ് വാങ്ങിച്ചു. തിരുവനന്തപുരത്ത് പോകാൻ വന്നാലും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ടിക്കറ്റ് കോന്നിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. സംഗതി തെറ്റി. മന്ത്രിയാകാമെന്ന് വിചാരിച്ച് ആ തിരുവനന്തപുരത്തേക്ക് വാങ്ങിച്ചത്. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് കോന്നിക്ക് ടിക്കറ്റ് വാങ്ങി. നിങ്ങളുടെ ടിക്കറ്റ് എവിടേക്ക്? ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്കോ? നിങ്ങൾ ആ ടിക്കറ്റ് ഒന്നെടുത്ത് നോക്ക. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്കോ ഈ പത്മശ്രീ സാത്താൻ്റെ ഇടത്ത് ഭാഗത്തേക്ക്? എവിടേക്ക്? അപ്പോൾ യോന പറഞ്ഞു, നീ ഒരു ചരിവ് കാണിക്കും, ഞാൻ ചെന്ന് പറയും, അവർ പ്രാർത്ഥിക്കും, കുറച്ച് പേരെയും മനസ്സലിയും, അപ്പം നിൻ്റെയും മനസ്സലിയും, ഞാൻ മണ്ടനാകുകയും ചെയ്യും, നിങ്ങൾ രണ്ടും മിടുക്കന്മാരാകുകയും ചെയ്യും. ആ പണി വേണ്ടെന്ന്. അതിൽ യോന കാണിച്ചത് തെറ്റോ ശരിയോ? എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? മനസ്സലിവില്ലാത്തവൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണോ? ദൈവത്തിൻ്റെ വലിയ സ്വഭാവം മനസ്സലിവാണ്. ദ സെയിം മൈൻഡ്. അവൻ്റെ മനസ്സലിഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ പലയിടത്ത് എഴുതിയിട്ടുണ്ട്. ഇന്ന് ഈ മാരാമൺ കൺവെൻഷനിൽ ഇരിക്കുന്നത് നിൽക്കുന്ന ആര്? നമ്മളെത്ര പേരുടെ മനസ്സലി? തിരുമേനി പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരുമേനി ശക്തമായിട്ട് ചെയ്തു. അതിനൊരു പാട്ടും കണ്ടുപിടിച്ചുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മനസ്സിലായിട്ട് പാട്ടിൽ കൂടെ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനൊക്കെ നല്ല ക്രമീകരണം. എന്നാൽ ഒരെണ്ണം ആ രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ 1 രൂപ തരുന്നു എന്ന് പറയുന്ന ഒരെണ്ണം ഇവിടെ മുകളിലോ താഴെയോ ഇരിപ്പുണ്ടോ? നീ എന്താ മനസ്സിൽ? എന്നാൽ യോനായ്ക്ക് അതിലും അപ്പുറമാണ്. നീയും ചെയ്യരുത്. എനിക്കുമൊക്കെ ദൈവം ചെയ്യുന്നതിന് വിരോധമില്ല, എന്നെ ഉപദ്രവിക്കരുതെന്നേ ഉള്ളൂ. യോന അതിലും കടന്ന നീ ഇങ്ങനെ ചെയ്യും, എൻ്റെ പേര് മോശം, എല്ലാവരും എൻ്റെ തലയ്ക്ക് കൂട്ടും, ഞാൻ പത്തരിപ്പോ. അവൻ മെടുക്കനാണ്. വേദോസ്തവത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ കൂലി കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങിച്ചു. അതെന്തിനാന്ന് വെച്ചാൽ ഈ പിടിച്ചു പതിക്കാർ മാല പൊട്ടിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിലുള്ള അല്ല അവന് പ്രസംഗത്തിന് ബെഞ്ചായിരിക്കുന്നവൻ അന്തസ്സുള്ള. കപ്പലെ കയറി സുഖമായി കിടന്നുറങ്ങി. നമ്മൾ പ്രസംഗങ്ങൾക്ക് വരുന്ന പോലെ അവൻ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ നമ്മൾ ദൈവത്തെ ഒരു മണ്ടനാക്കി വെച്ചിരിക്കുകയാണ്. ദൈവം അവിടുന്ന് എന്നാ ചെയ്തു? വലിയ കാറ്റും കോളും എല്ലാം കൂടെ കൊണ്ടാക്കി. ഈ കപ്പലുകാർ ഒത്തിരി കാറ്റ് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത് വന്നപ്പോൾ കപ്പിത്താനും പറഞ്ഞു. കപ്പിത്താൻ ഏത് സഭയായിരുന്നെന്ന് അറിയാൻ വയ്യ. പെന്തക്കോസ്താന്നോ മാർത്തോമാന്നോ ഓർത്തഡോക്സാന്നോ. പറഞ്ഞു എല്ലാം നിങ്ങളുടെ
വിധത്തിൽ അങ്ങ് പ്രാർത്ഥിയില്ല. നമുക്ക് യുക്കുകയില്ല. അല്ലാതെ ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ്. മുങ്ങാതിരിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം. കപ്പിത്താൻ ഒക്കുകയില്ല, അതിൻ്റെ എഞ്ചിന് ഒക്കുകയില്ല. ദൈവം പ്രവർത്തിച്ചല്ലാതെ ഈ കപ്പൽ രക്ഷപ്പെടുകയില്ല. പാർട്ടി മാറിക്കൊണ്ട് കാര്യമായില്ല. സുധീരൻ പ്രസിഡൻ്റായതുകൊണ്ട് കാര്യമായില്ല. എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ളതാണ്. അദ്ദേഹം പ്രസിഡൻ്റായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാലും അതുകൊണ്ട് കാര്യമായില്ല. കാര്യമാകണമെങ്കിൽ മനസ്സരിവുള്ള കുറേ ജനങ്ങളുണ്ടാകണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വീട്ടിൽ ചെന്ന് മുഖമൊക്കെ കഴുകി നിങ്ങളുടെ മുഖം നോക്കണം. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് ഒരു മനസ്സലിവുള്ള മുഖമാണോ അല്ലയോ എന്നൊന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ മനസ്സലിവ് തന്നെ. കർത്താവേ, നിനക്ക് ഉണ്ടായ മനസ്സലിവ്, നിന്നിൽ കൂടെ യോനായ്ക്ക് ലഭിച്ച മനസ്സലിവ് എനിക്കും ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കും. കപ്പൽ വന്നു സീട്ടിട്ടപ്പോൾ യോനായ്ക്ക് ഈ കാരുണ്യ എന്ന് പറഞ്ഞൊരു ലോട്ടറി ഉണ്ട്. അതിൻ്റെ പണമൊക്കെ രോഗികൾക്ക് കൊടുക്കാനാണ്. ഞാനത് പലപ്പോഴും എടുക്കും. അടിയിൽ 1 കോടി രൂപ എന്നും കൂടി ഇരിപ്പുണ്ട്. ഇതുവരെ ആയിട്ടും 500 വീതം 50 വീതം പോയെന്നല്ലാതെ 500 1 കോടി പോയിട്ട് 2 പൂജ്യം കുറച്ച് പോലും കിട്ടി. നീ രോഗിയോടുള്ള സ്നേഹത്തിനാണോ ഈ ടിക്കറ്റ് എടുത്തത്, പണത്തോടുള്ള സ്നേഹത്തിനാണോ? നീ ഈ കൺവെൻഷന് വന്നത് നിനക്ക് പലിശ തരാത്തവനെ പിടികൂടി അത് വാങ്ങിക്കാനായിട്ടാണോ, അതോ ദൈവവചനം കേൾക്കാനാണോ? അപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥന പറഞ്ഞു. നീ എന്താ പ്രാർത്ഥിക്കാത്തത്? അവനൊന്നും പറഞ്ഞില്ല. അവനറിയാം ദൈവത്തോട് പണങ്ങി വഴക്കിട്ടേച്ച് പോകുന്ന ദൈവം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാൻ പോകും. അവൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് സമാധാനം വേണോ, എന്നെ എടുത്ത് തൊഴിലെഴുതി. അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് ചിരിക്കുന്നു. ഞാൻ പണ്ടേ വിചാരിച്ചായി ക്രിസ്തോസം തിരുമേനി ഉള്ളിടത്തോളം കാലം നമ്മുടെ സഭ നന്നാകുകയല്ല. കഥച്ചേരിയൊക്കെ ഞാൻ കണ്ടു. ശരിയാ കുഞ്ഞു പറഞ്ഞത് ശരിയാ. ക്രിസ്തോസം തിരുമേനി മാനസാന്തരപ്പെടണം. അല്ലാതെ മാരാമണ്ണ് യോഗക്കാർ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാവുകയില്ല. നിങ്ങൾ എന്നെ ഈ കപ്പലിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. യോന കൊടുക്കുമെന്ന് സൈഡ് മാറി. ഞാൻ ഈ കപ്പലിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. എന്നെ അടുത്ത് എറിയാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളിൽ എത്ര യോന കിടപ്പുണ്ട്? ആ യോനായെല്ലാം നമുക്ക് കടലിലേക്ക് എറിയണം. കേരളം കടന്ന് കറങ്ങുന്നതിൻ്റെ ഉത്തരം മാരാമണ്ണ്. അതിൻ്റെ കാരണം മാരാമണ്ണ് കൺവെൻഷന് വന്നവരാണ്. ഇവിടെ ഏറ്റവും പ്രധാനം സർഹിക്കുന്ന ഞാൻ ആദ്യം മാനസാന്തരപ്പെട്ടു.
വെറുതെ പറയുന്നത് ഞാൻ 1012 മാനസാന്തരപ്പെട്ടെന്നൊക്കെ. ദൈവത്തെ ഇന്ന് നീ അനുസരിക്കുന്നുണ്ടോ? അതാണ് 1012 ഒരിക്കൽ അനുസരിച്ചായിരിക്കും ദൈവത്തെ നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കും. നിങ്ങളിവിടെ നിന്നുകൊണ്ട് കർത്താവേ, എല്ലാ കാര്യത്തിലും നിന്നെ അനുസരിക്കാൻ എനിക്ക് നീ ശക്തിയും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അവനെ കടലിലോട്ട് എറിഞ്ഞു യോന എവിടാ ചെന്ന് വീണ്? മീൻ്റെ വായി. അവരെറിഞ്ഞത് എവിടെയാ? കടൽ. വീണത് എവിടാ? അപ്പോൾ ദൈവത്തെ തള്ളിയ യോന, കപ്പലുകാരനെയെല്ലാം പരിഭ്രമിച്ച യോന, ആ യോന കടലിലാകുമ്പോൾ ദൈവം മീൻ അവനെ സ്വീകരിക്കാനുണ്ട്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അതായത് ദൈവത്തെ കൂടാതെ ലോകത്തിൽ ജീവിക്കാൻ നോക്കുക, മരിക്കാതിരിക്കാൻ നോക്കും, ജീവിക്കാൻ നോക്കുക. ഇന്ന് പള്ളിയിൽ വഴക്കും മീൻ്റെ വയറ്റിൽ പ്രാർത്ഥനയും. അല്ലേ? അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കണേൽ മീൻ്റെ വയറ്റിൽ പോകണം. നോയമ്പിൽ മീൻ പാടില്ല, അങ്ങനായിരുന്നു പണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ വയറ്റിൽ നമുക്ക് പ്രാർത്ഥിക്കണം, പള്ളി പ്രാർത്ഥിക്കാൻ കൊള്ളുകയില്ല. എന്താണ് കർത്താവ് പറഞ്ഞത്? നിന്റെ പ്രാർത്ഥന പള്ളിയിലാകരുത്, ലോകത്തിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സമാധാനം, സന്തോഷം, നീതി ഇതെല്ലാം ഈ ലോകത്തിൽ കാണണം. നോയമ്പ് എന്ന് പറയുന്നത് നിന്റെ അടുത്തിരിക്കുന്ന വല്യമ്മയുടെ കഴുത്തേൽ 50 വർഷം മുമ്പ് ആ വല്യപ്പം കെട്ടിയ മിന്ന് പൊട്ടിക്കാതിരിക്കണം. അത് വലിയൊരു സ്നേഹബന്ധത്തിന്. അത് കണ്ടപ്പോൾ ആ സ്നേഹബന്ധം എല്ലാം കളഞ്ഞ് ഇതും പൊട്ടിച്ചുകൊണ്ട് പോയത് നീ കണ്ണുമനുഷ്യന് വന്നതാണ്. ഇതിങ്ങനെ നമ്മൾ ഏതെല്ലാം രംഗങ്ങളിൽ മാല പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പത്രത്തിൽ വന്ന പുള്ളി മാത്രമാണ് മാല പൊട്ടിച്ച്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതായ എല്ലാ പരിപാടികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കുള്ളിൽ നടക്കുന്നു സ്നേഹബന്ധങ്ങൾ തകരുന്നത്. ഇത് മാറണം. നല്ല പ്രാർത്ഥന 3 ദിവസം പ്രാർത്ഥന. പിണങ്ങിയ ദൈവത്തിൻ്റെ കാല് വീണ് മുട്ട വീണങ്ങ് പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനയ്ക്ക് മാനസാന്തരപ്പെടുന്ന ദൈവം, നല്ല മനസ്സലിയുന്ന ദൈവം 3 ദിവസത്തെ പ്രാർത്ഥനയാകുമ്പോൾ മനസ്സലിയാതിരിക്കുമോ? മനസ്സലിഞ്ഞു. മീനവനെ ശബ്ദിച്ചു. നീ ഇനിയും പോണമെന്ന് പറഞ്ഞു. അവൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നിട്ടൊരു പ്രസംഗം. ഇന്നിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഈ തിരുമേനിക്ക് 96 വയസ്സായി. ഇപ്പം പഴയ സാധനമൊന്നുമില്ല. ചില കണ്ട സുഖമാണെന്നൊന്ന് മാത്രം ഒന്ന് ചോദിക്കും. മറ്റേ തിരുമേനി എപ്പോഴാണ് പോകുന്നത്, വരുന്ന കാര്യം, എൻ്റെ മകന് പട്ടം കിട്ടണം, മറ്റേ സാറിന് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അതൊക്കെ വേണം. അതുകൊണ്ട് ചോദിക്കും. ഇപ്പം എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് സുഖമാണോ? ആർക്കാ കണ്ടാൽ സുഖമല്ലെന്നറിയാൻ മേത്താൻ പിന്നെ ചോദിക്കുന്നത്.
പ്രസംഗം കഴിഞ്ഞു. നിങ്ങളെല്ലാം നശിക്കാൻ പോയാണ്. ദൈവകോപം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭാവിയെല്ലാം പോയി എന്ന് പറയുന്നു. അപ്പോൾ അവരെല്ലാം അങ്ങ് മാനസാന്തരപ്പെട്ടു. ദിനവയിലും മാരാമണ്ണ് കൺവെൻഷൻ 2014 മാരാമണ്ണ് കൺവെൻഷനും നടന്ന 2 സംഭവമാണ് കൂട്ടമാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നല്ല അത് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ മാനസാന്തരപ്പെട്ടപ്പോഴും ഇവർ നശിക്കുന്നത് കാണാം. നമ്മൾക്കെല്ലാം സന്തോഷമാണ്. മറ്റുള്ളവൻ നശിക്കുന്നത് കാണുന്നത് ആ സന്തോഷം ആണോ? മറ്റുള്ളവൻ നശിക്കുന്നതിൽ ദുഃഖമുള്ള എത്ര ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ, എനിക്ക് എൻ്റെ ബാങ്കിലുള്ള പണം എല്ലാം കൂടി ഇട്ടാൽ സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ അനിയും കാണുന്ന വിളിച്ചോണ്ട് വരണം ചികിത്സിക്കണേൽ. അതുപോലുള്ള പണമുണ്ട്. ഇവിടെ പറയും അങ്ങനെയുണ്ട്, അവിടെ ഉണ്ട്. ഇവിടുത്തെ വിളിച്ചു പറിച്ചിട്ട് കേട്ടാൽ എന്ത് നാണം കേടാ. ഞാൻ മെത്രാച്ചനായപ്പോൾ എൻ്റെ അടുത്തൊരു വല്യമ്മ ഉണ്ടായി, കണ്ണുകുട്ടിയാണ്. ഞങ്ങളോടൊക്കെ നല്ല സന്യാക്കാരുടെ സേവ. ഞാൻ മെത്രാച്ചനായപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, തിരുമേനി 10 പൈസ. ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ല ചേർത്തിച്ചു മതി. എന്നോട് ചോദിക്കാതിരിക്കും. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, മക്കളില്ല, ആരും ഇല്ല. പിന്നെ ബാങ്കിൽ പണമില്ല, സ്വന്തം പേരിൽ പണമില്ല. ഇതെല്ലാം പറഞ്ഞു. അവരെ മേടിക്കുക. അവർ എൻ്റെ തിരുമേനി ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതുവരെ എന്താ എന്നോട് ഇത് പറയാഞ്ഞ് തിരുമേനിക്ക് എത്ര രൂപ വേണം അങ്ങോട്ട് തുറന്നെടുത്തോളാൻ പറഞ്ഞു. ഞാൻ 1 രൂപ ഇട്ടു. വല്യമ്മ ഞാൻ പറഞ്ഞു, വല്യമ്മ ഞാൻ 1 രൂപ എടുത്തു. സന്തോഷം. എല്ലാവരും വിചാരിച്ചു ഞാൻ പോകാൻ നേരത്തെ 5 രൂപ കൊടുക്കുമെന്ന്. ഞങ്ങളുടെ അവിടുത്തെ അങ്ങനെ വിചാരിച്ചു. എന്നെ അറിയാവുന്നവരങ്ങനെ വിചാരിക്കാൻ ന്യായമില്ല. എന്നാലും പലരും അങ്ങനെ വിചാരിച്ചു. ഞാനൊന്നും കൊടുക്കാതെ അതും കൊണ്ടങ്ങ് പോയി. പല ഫോൺ കോളെ എഴുത്ത് കിട്ടി. തിരുമേനി ചെയ്തത് വലിയ മോശമായിപ്പോയി, നാണം കേടായിപ്പോയല്ലേ. എനിക്കിന്നും അഭിമാനം. കണ്ണുക പൊട്ടിയായി പദവിയായിരിക്കുന്ന പറഞ്ഞു, ഞാൻ തെണ്ടി ഉണ്ടാക്കുന്ന പണം തിരുമേനിക്ക് കാറിൽ സഞ്ചരിക്കാൻ പെട്രോൾ വാങ്ങിക്കാൻ ഞാനിതാ തരുന്നു. അവരാണോ ക്രിസ്ത്യാനി? ഞാനാണോ ക്രിസ്ത്യാനി? ഞാൻ പറയുന്നില്ല. അപ്പോൾ അയാൾ പോയി നോക്കിയിരുന്നു. ഇവരെല്ലാം മാനസാന്തരപ്പെട്ടു. ദൈവം മനസ്സിലായി ന്യായവിധിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുണ്ടാകണമെങ്കിൽ എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ അവസാനിപ്പിക്കാം. എനിക്കിപ്പോഴുള്ള ഒരു ഗുണം, നല്ല ഓർമ്മയില്ലാത്തത് കൊണ്ട് എപ്പോഴാണ് തുടങ്ങിയെന്നറിയാമേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രസംഗം നീളത്തില്ല. എൻ്റെ 5 മിനിറ്റ് മുമ്പാ തുടങ്ങിയെന്നാണ് വിചാരം. നിങ്ങൾക്കായത് 1 മണിക്കൂർ കഴിഞ്ഞു എന്ന് നിങ്ങൾക്കും അറിയാൻ വയ്യ. വാച്ചാൽ നോക്കപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുക. എന്താണോ പറഞ്ഞത്? ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ഒരു രാത്രി നിനക്ക്, ഒരു പകൽ നിനക്ക് തണൽ തന്ന ആവണക്കാണോ
യുഗാന്തിയുഗം എന്നോടുകൂടെ താമസിക്കേണ്ട ഈ മാരാമൻ കൺവെൻഷൻകാർക്കാണോ ഞാൻ വില വയ്ക്കുക? നിന്റെ ആവശ്യം നിന്റെ വീടാണോ അതോ നിനക്ക് മതിയായ ദൈവമാണ്? ദൈവം യോനായോട് പറഞ്ഞു, യോനായി, ആവണക്കല്ല ആവശ്യം. ആവണക്ക് നല്ലതാണ്, അതുകൊണ്ടാണ് നിനക്ക് തണലിന് ഞാനത് തന്നത്. ഭക്ഷണം ആവശ്യമാണ്, ഏറ്റവും വലിയ ആവശ്യം ദൈവമാണ്. നിനക്ക് വേണ്ടി ജീവൻ വെച്ച ആ ദൈവമാണ് ആവശ്യം. സ്നേഹിതരെ, വിശ്വാസികളെ, കർത്താവിൽ വാത്സല്യമുള്ളവർ, സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ മനുഷ്യന് കഷ്ടതയുടെ മധ്യത്തിൽ അവരോടുകൂടെ ജീവിച്ച് എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും നിത്യജീവന്റെ പ്രത്യാശയും നൽകിയ ദൈവമേ, ആ നിന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്കും ഞങ്ങൾക്കും നൽകണം. ഞങ്ങളെ ആശീർവദിക്കണമെന്ന് ഒരു നിമിഷം നമുക്ക് കണ്ണടച്ചോ തുറന്നു പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥന. കർത്താവേ, കേൾക്കണമേ, അനുഗ്രഹിക്കണമേ, അങ്ങ് നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കുവാൻ അയച്ച് ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ നീ ഞങ്ങൾക്ക് കാണിച്ച മാതൃകകൾക്കനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ലോകത്തിലായിരുന്നപ്പോൾ നീ എങ്ങനെ ലോകത്തെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തുവോ, അപ്രകാരം ഈ ലോകത്തെ കാണുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. നിന്റെ കരങ്ങൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചുവോ, ഞങ്ങളുടെ കരങ്ങളും അപ്രകാരം ആയിത്തീരുന്നതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് നീ കണ്ട കാര്യങ്ങൾ കണ്ട് അലിയുവാനും മനസ്സല്യമുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്രിസ്തുവേശുവിലുള്ള ഭാവമുള്ളവരായി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് വചനം കേട്ട എല്ലാവർക്കും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. വചനം സംസാരിച്ച ദാസനെ ശക്തീകരിക്കുകയും അധികമായി ബലപ്പെടുത്തുകയും ചെയ്യണമേ. തിരുസഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നിന്റെ അനുഗ്രഹീത സാക്ഷികളാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. വീഴാതെ വണ്ണം നമ്മെ കാത്ത് തന്റെ മഹിമാസനത്തിന് മുമ്പാകെ കളങ്കമില്ലാത്തവരായി ജയോത്സവമായി നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹവും തന്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്ത പുത്രൻ തമ്പുരാന്റെ കൃപയും സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും പ്രിയരെ നിങ്ങളെല്ലാവരോടും കൂടെയും നിങ്ങളുടെ കുടുംബങ്ങളോടുകൂടെയും ദേശത്തോടുകൂടെയും ഇപ്പോഴും എപ്പോഴും വരുന്ന എല്ലാ സ്വർഗീയ വാഴ്വുകളാലും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ.